ആവശ്യമില്ലാത്ത എന്ത് കാര്യം നമ്മൾ ചെയ്തോ ആ കാര്യം ഏത് അവയവം കൊണ്ടാണോ ചെയ്യുന്നത് ആ അവയവത്തിന് നല്ല കാര്യം ചെയ്യാനുള്ള തൗഫീക്ക് ഇങ്ങനെ കുറഞ്ഞു വരും. ആവശ്യമില്ലാത്ത എന്തോ ഒന്ന് കേട്ടു, ആവശ്യമുള്ള വയല് കേൾക്കാനുള്ള ഉപകാരമുള്ള വയല്, അല്ലെങ്കിൽ കേട്ട വയല് തന്നെ ഉപകരിക്കണം. അതാണല്ലോ ലൈസൽ ഇൽമു മാ ഹുഫിള, കുറെ മനപ്പാടാക്കലല്ലോ ഇൽമ്. വഇന്നമൽ ഇൽമു മാ നഫഅ, ഉപകാരം ഉണ്ടാകണ്ടേ വയല്. അത് ഉപകരിക്കണമെങ്കിൽ ഈ ചെവി കൊണ്ട് മ്യൂസിക് കേൾക്കരുത്, ഗീബത്ത് കേൾക്കരുത്. പണ്ടൊക്കെ ഉസ്താദെ വയലൊക്കെ കേൾക്കുമ്പോൾ ഒരു കരച്ചിലൊക്കെ വരുന്നു. ഇപ്പൊ ഒരു നല്ല വയലൊന്നുമില്ലല്ലേ. വയലിന്റെ പ്രശ്നമല്ല അത്, ശരിക്കും നമ്മുടെ പ്രശ്നമാണ്. അതാണ് അതിന്റെ കാരണം. മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്ത് വയമീലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅലിഹി ലിശ്ശരി വാഹിലി. എന്ന് പറഞ്ഞാൽ അൽക്കോഫ് ഓതുമ്പോൾ ഉറക്കം വരുന്നു, വാട്സപ്പ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. എന്താ കാരണം എന്നാ അതിന്റെ ചോദ്യത്തിന്റെ താല്പര്യം, ചോദ്യത്തിന്റെ വൽഹാസിലതാ. എന്താ അതിന് മറുപടി പറയണത്? ആവശ്യമില്ലാത്ത എന്തേലും സംഭവിച്ചിട്ടുണ്ടാവും. അതാണ് ആവശ്യമില്ലാത്തൊന്നും കേൾക്കരുത്. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് മലക്കൾ ഇങ്ങനെ ഓരോ അവയവങ്ങളും സ്കാൻ ചെയ്യും അത്ര. ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് ഹറാമുകൾ ഉള്ള അവയവാണോ അല്ലയോ എന്നിങ്ങനെ സ്കാൻ ചെയ്യും. അല്ലാ, നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ റഹ്മാനെ. എന്നിട്ട് നല്ല ആൾക്ക് മരിക്കണ്ടേ കൂട്ടുകാരെ. ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കുക. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. പഴയ SLC ബാച്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ്, എന്തിനാ നമ്മൾ ഈ വേണ്ടാത്ത ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവണത്? ആവശ്യമില്ലാത്തത് കണ്ടാൽ ആവശ്യമുള്ളത് കാണാനുള്ള തൗഫീക്ക്. ഭാര്യ ഒരു രസം ഉണ്ടാവില്ല. അന്യ പെണ്ണിനെ കണ്ട് രസിക്കുന്നക്ക് സ്വന്തം ഭാര്യ സുന്ദരിയായിട്ട് ഒരിക്കലും തോന്നില്ല. ഇതങ്ങനെയാ, അതിൻ്റെ ഒരു പ്രശ്നം. ആവശ്യമില്ലാത്തത് ചിന്തിച്ചാൽ ആവശ്യമുള്ളത് ആലോചിക്കാനുള്ള ശേഷി നമുക്ക് കുറയും. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാനൊരു അന്യവണ്ണിനെ ഇതുവരെ കണ്ടിട്ടുമില്ല, നോക്കിയിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, സ്വപ്നത്തിൽ പോലും വന്നിട്ടില്ല. വെറുതെ ഇത്ര ബുദ്ധി, വെറുതെ. മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത ഹറാം. ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു ഏതായാലും എന്നെ ചോദ്യം ചെയ്യേണ്ടി വരില്ല ആഖിറത്തിൽ. കാരണം ഞാൻ ഒരാളെയും പറഞ്ഞിട്ടില്ല. ആരാ പറയണത്? ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ആ നാവ് കൊണ്ട് എടുത്ത ക്ലാസുകൾ, ആ കൈ കൊണ്ട് എഴുതിയ ഹദീസുകൾ എത്രയാ ലോകത്തിന് ഉപകാരപ്പെട്ടത്. ബുഖാരി ഇമാമിനോട് കടപ്പാടില്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവോ? പണ്ഡിത ലോകത്ത് ഇത്ര തൗഫീഖ് കിട്ടുന്നത് എങ്ങനെ? ആവശ്യമില്ലാത്തതിൽ നിന്നൊക്കെ അവർ മാറി നിന്നു. ഇപ്പം പ്രായം കൂടുമ്പോൾ തന്നെ മൂത്ത മക്കളൊക്കെ കൊടുത്തേക്കുക നല്ല നല്ല ഫോണുകൾ. ദലായിൽ ഖൈറാത്തും വിർദുൽ ലത്തീഫും പിടിച്ച കരങ്ങൾ ഉപ്പാപ്പയുടെ ഉമ്മാമ്മയുടെ കരങ്ങളിൽ രാവിലെ തന്നെ പീഡനത്തിൻ്റെയും അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒക്കെ വാർത്തകളുള്ള വീഡിയോ വരുന്ന വാട്സപ്പിൻ്റെ വർത്തമാനങ്ങളാ രാവിലെ തന്നെ വെറുഞ്ചായും ഈ ക്ലിപ്പും. നാളെ മറ്റന്നാൾ ഖബറിലേക്ക് പോകേണ്ട നമ്മളാണോ ഇതൊക്കെ കാണുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ആവശ്യമില്ലാത്തതൊക്കെ മാറിയേക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ കരിഹ ലക്കും, നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന 3 കാര്യങ്ങൾ അള്ളാഹുവിന് കടുത്ത വെറുപ്പാണ്. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു സംഗതി നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ട് ആ അള്ളാഹിന്റെ അടുത്തേക്ക് എങ്ങനെ നമ്മൾ ധൈര്യത്തിൽ പോവുക? ഏതാണ് ഈ 3 കാര്യങ്ങൾ? ഒന്ന് കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങൾ. കല്യാണം കഴിച്ചിട്ട് എത്ര 10 അല്ലേ? കുട്ടിയായിട്ടില്ല തീരെ. ഒരു കുട്ടിയാ, ഒറ്റ കുട്ടിയായിട്ടില്ല. എന്തൊക്കെ അസുഖമുണ്ടോ? എന്താ നമുക്ക് ഇതിനെ കൊണ്ടൊക്കെ കാര്യം? ആ കേൾക്കുന്ന മുഅ്മിന് എത്ര വേദന ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതിലും
മാത്രം ഇടപെടുക. ഇപ്പൊ ഒരു ഉസ്താദ് ഇവിടെ വയലിന് വന്നു എന്ന് വിചാരിക്കാം, അവിടെ ഇരിക്കുന്നു എന്നും സങ്കല്പിക്കുക. ഇന്നെന്താ വയല് പറയേണ്ടതെന്നുള്ള കോണ്ടന്റ് ആലോചിക്കായിരിക്കും ചെയ്യുന്നത് മൂപ്പര്. അപ്പൊ അടുത്ത് വെച്ച് നേരത്തെ എത്തിയ ട്രെയിനാ തിരിച്ചപ്പോഴാ എന്താ ഇതിനെ കൊണ്ട് കാര്യം? ഇനി കുറച്ച് ദൂരത്തുനിന്ന് വന്ന വയല് പറയാൻ വന്ന ഉസ്താദാന്ന് വിചാരിക്കുക, തെക്ക് ഭാഗത്ത് നിന്നെങ്ങാനും. ആ ഉസ്താദ് ഒരു റൂം വേണം, ഒരു അരമുക്കാൽ മണിക്കൂർ ഒന്ന് കിടക്കണം, ചെറിയൊരു ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ പോയാൽ നമ്മളെ നാട്ടുകാർ വിടോ? ഉസ്താദ് റെസ്റ്റിലാണോ? അതിൻ്റെ അർത്ഥം റെസ്റ്റ് എടുക്കാൻ വിടൂല എന്നോ? സെൽബിൻ്റെ മേനക്കുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ ഇതിനെ കൊണ്ട് കാര്യം? എന്താ കാര്യം? അപ്പൊ നമ്മളെ നാവിൽ നിന്നൊരു അക്ഷരം പുറത്തേക്ക് വരുമ്പോൾ ആവശ്യമുള്ളത് മാത്രമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ നാളെ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം, ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ എന്നെ കണ്ടു, ഇന്നലെ പോയില്ലേ? പോയിട്ടുണ്ട്. തിരിച്ചു വന്നതാണോ? അതെ. എന്തേ? ചെറിയൊരു ആവശ്യമുണ്ട്. പിന്നെ നിങ്ങളൊന്നും ഉണ്ടാൻ പാടില്ല. ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആവശ്യം അല്ല, ഒന്നും ഇല്ലാണ്ട് വരില്ല. എന്താ ഇതിനെ കൊണ്ട് കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? നമുക്ക് ആവശ്യമുള്ള വിഷയത്തിൽ മാത്രം ഇടപെടുക. ഗീബത്തും നമീമത്തും പറയരുത് എന്ന് മാത്രമല്ല മതം പറയണത്. എന്താ ഈ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന് പറയുന്നതിന്റെ തർക്കുഹുമലയനിന്റെ അർത്ഥം എന്നാ? എന്താ അർത്ഥം? അതാണ് ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ത്വബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ കാണാം, ഞാൻ ഏത് കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എൻ്റെ കാൽ സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നോടെങ്ങാനും എൻ്റെ ആയുഷ്കാലത്തെ ഓരോ വർത്തമാനങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും മോനെ ഇബ്നു ദഖീഖ ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല അഅദത്തു ഇൻദല്ലാഹി തആല ജവാബൻ, എനിക്ക് ഉത്തരവുണ്ട് അള്ളാഹിനോട് പറയാൻ. വെറുതെ ഇങ്ങനെ നടക്കലും പിടിക്കലൊന്നുമില്ല. അപ്പൊ നമ്മൾ കിച്ചണിലേക്ക് പോകണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ പോവാ. കിൻഡർ ജോയ് എന്ന് പറയുന്ന മിഠായി എപ്പോഴും കുട്ടികളുടെ കൈ എത്തുന്നിടത്തെ സൂപ്പർ മാർക്കറ്റിൽ വെക്കുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. എത്ര മിഠായിയും ചോക്ലേറ്റും സ്വീറ്റ്സും നമ്മൾ വാങ്ങിയാൽ തന്നെയും ബില്ലടിക്കുന്നിടത്ത് എപ്പോഴും കുറച്ച് മിഠായി അവിടെ വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ മാർക്കറ്റിങ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. അപ്പൊ പ്രവാസികള് ടിഷ്യൂ വലിക്കുന്ന പോലെ തുരുതുരാ ടിഷ്യൂന്റെ ബോക്സ് ഒന്ന് വലിച്ചോണ്ടിരിക്കരുത്. 2 എണ്ണം വലിച്ച ആവശ്യം കഴിയും. അപ്പൊ കൈയുടെ കറിയുടെ കറയൊക്കെ തോർത്ത് മൂന്നാമത്തെ വലിക്കുമ്പോൾ പാനൂര് മൂസുസ്താദിന്റെ ആണ്ടിലെ പ്രഭാഷണം ഓർമ്മിക്കുക വേണ്ടല്ലേ? അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ശീലിച്ചു നോക്കിയേ, ബോക്സിൽ എത്ര ടിഷ്യൂ ഇനിയും ബാക്കിയുണ്ടാവും. ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ചെറിയ പീസ് അത് ഒരു ടിഷ്യൂ എടുത്തിട്ട് പകുതി കീറിയിട്ട് പകുതി അടന്ന് വെച്ചിട്ട് കെയ്തോർത്തിട്ട് വെക്കാറുണ്ട്. ഞാൻ തോറ്റുപോയി. 2 എണ്ണമെങ്കിലും എടുത്ത് നിർത്തണം എന്ന് പറഞ്ഞെടുത്തുന്ന ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മൾ തോറ്റുപോവാണ്. എന്തിന്? ആരെ മുമ്പിലെ ഈ ആഠ്യത്തൊക്കെ കാണിക്കുന്നത്? ആരെ മുമ്പില്? ആവശ്യമുള്ളത് മാത്രം ചെയ്യാം. നമ്മളെ നാട്ടുകാർ എന്തേലും പറയട്ടെ, ചിന്തിക്കട്ടെ. അങ്ങനെ എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യലും നടക്കൂല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ. അപ്പൊ കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ആരോടും. രണ്ടാമത്തത്, അള്ളാഹുവിന് വളരെ വെറുപ്പുള്ളതായി ഹദീസിൽ കാണാം, ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയല്, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയല്. ഉറപ്പില്ലാത്ത ഒരു കാര്യവും നമ്മൾ പറയരുത്. കിതാബിൽ കണ്ടത് മാത്രം, കേട്ടതൊന്നും പറയരുത്. അത് അത്രയും ഒതന്റിക് ആയ ആളെടുത്ത് നിന്ന് കേട്ടാൽ മാത്രം പറയണം, വേറൊന്നും നമ്മൾ പറയാൻ പാടില്ല. കഫാബിൽ മർഇ കദിബൻ, കളവ് പറയുന്നവൻ ആരാണെന്ന് അറിയോ? ശരിക്ക് കേട്ടത് മൊത്തം പറയലെന്നെ. നിനക്കറിയോ? അത് ഇല്ല.
സൂറത്തുൽ ഫാത്തിഹയുടെ 38 നേട്ടങ്ങൾ, അതിൽ 37 ശരിയാന്ന് വിചാരിച്ചോ, ഒന്ന് കളവായാൽ അത് മതി ആഖിറത്തിൽ കുടുങ്ങാൻ. ഉറപ്പില്ലാത്തൊന്നും നമ്മൾ പറയുന്നു, പ്രത്യേകിച്ച് മതത്തിന്റെ മസ്അലകൾ, ഹദീസുകൾ, ഖുർആനിന്റെ ആശയങ്ങൾ, നമുക്കറിയാത്തതൊന്നും പറയാൻ പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് വിവരമില്ലാത്തൊന്നും പറയരുത്. ചില ആൾക്കാർ പാട്ടുപാടിയിട്ടോ വേറെ ഏതെങ്കിലും ആശയങ്ങളിലൂടെയോ സമൂഹത്തിന്റെ കുറച്ച് വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടിയതിന് ശേഷം മെല്ലെ മതം പറഞ്ഞു തുടങ്ങുന്നത് കാണാം. പഠിച്ചിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. മതം പഠിച്ചവർ മാത്രം മതം പറയുക, വേറെ ആരും പറയാൻ നിൽക്കരുത്. കാരണം ഞാനിപ്പം ഇവിടെ ഇരിക്കുന്ന ഈ സുഹൃത്തിന്റെ പേരിൽ കളവ് പറയുക എന്ന് പറയുന്നത് ഹറാമാണ്, ഹറാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയാന്ന് പറയുന്നത് ഹറാമ് മാത്രമല്ല, അത് വൻദോഷാണ്. എല്ലാ ഹറാമും വൻദോഷമല്ലല്ലോ, ഇത് ഹറാം, വൻദോഷമല്ലാത്ത ഹറാം. അതിനെന്തോ ഉസ്താമാരൊക്കെ ഉമൂമ് ഖുസൂസ് മുത്തലക്ക് എന്നങ്ങനെ പറയല്. ഇത് ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞാൽ വൻദോഷം. അങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞാലും, ഉദാഹരണത്തിന് നബി തങ്ങൾ ഡെയിലി 25 ഖത്തോ പണ്ഡിതൻ ലോകത്ത് വരുന്നുണ്ടെന്ന് എത്രയോ കാലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച ആളാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറക്കുന്ന എന്റെ ഖുറൈശി കുടുംബത്തിൽ ഒരാൾ വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാ. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കേൾക്കണേ, ആ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നാണോ ചൊല്ലേണ്ടത്, റഹിമഹുല്ലാ എന്നാണോ ചൊല്ലേണ്ടത്, പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം റളിയല്ലാഹു അൻഹു എന്നുള്ളത് സ്വഹാബത്തിനെ കുറിച്ചല്ലേ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അത് അവർക്ക് മാത്രം ഉള്ളതാണോ, പിൽക്കാലത്ത് സ്വാലിഹീങ്ങൾ വരുമ്പോ അവർക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്ക്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ചൊല്ലാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലാം. എന്നാൽ പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്യാണ് എന്ത്, റളിയല്ലാഹു അൻഹു എന്നുള്ളത് സ്വഹാബത്തിനുള്ളതല്ലേ ഖുർആൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ പിന്നെ അതിൽ ഒതുക്കേണ്ടതാണോ, മഹാന്മാരായ ഇമാമിങ്ങൾക്ക് അത് ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ? അത്രയും സൂക്ഷ്മതയുള്ളവരാ നമ്മളെ മഹാന്മാര്. എന്നിട്ടല്ലേ ഇല്ലാത്തതിങ്ങനെ പറയാ. ഇപ്പോഴത്തെ പുതിയൊരു മാർക്കറ്റിംഗ് എന്താന്ന് വെച്ചാൽ, ഞാൻ വലിയാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നാട്ടുകാർ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ വലിയാണെന്ന് നാട്ടുകാർ അംഗീകരിച്ചവരുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറയലാണ് പുതിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്, അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇസ്ലാമിന്റെ റൂട്ട് വളരെ കൃത്യമാണ്. ഇല്ലാത്തതൊന്നും പറയരുത്. ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയരുത്, കിട്ടിയത് മൊത്തം ഷെയർ ചെയ്യരുത്. നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു വോയിസ് അയക്കുമ്പോൾ, ഒരു ടെക്സ്റ്റ് അയക്കുമ്പോൾ, ഒരു വീഡിയോ അയക്കുമ്പോൾ, ഒരു ഇമേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. നമുക്ക് 100% ഉറപ്പ് കിട്ടിയിരിക്കണം. ഞാനായിരിക്കണം ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് അത് ഇടുന്നത്, അതുകൊണ്ട് നാളെ ഹർത്താൽ എന്നൊന്നും നമ്മൾ നിൽക്കരുത്. നാളെ പൊതു അവധി, അല്ലെങ്കിൽ നാളെ സ്കൂളില്ല, കലക്ടർ, ഇങ്ങനെ വെറുതെ നിൽക്കരുത്. ആ പരിപാടിയൊന്നും നമ്മൾ ചെയ്യരുത്. ഉറപ്പുള്ളത് മാത്രം ചെയ്യും. അല്ലെങ്കിലും ഇസ്ലാമിൽ ചെറിയൊരു തെറ്റ് എന്ന് പറയാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവും, ചെറിയ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിനൊക്കെ വലിയ ശിക്ഷകൾ എന്ന് പറയുന്ന ഹദീസ് ഒന്നും മിക്കവാറും സ്വഹീഹായ ഹദീസ് ആയിരിക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു തെറ്റ് തന്നെ പറയാൻ പറ്റില്ല. എന്തെല്ലാം സുഖം തന്നെ എന്ന് പറയുമ്പോഴേക്ക് 40 കൊല്ലത്തെ അമല് പൊളിയാനാ. ഇയാൾക്കാകെ 38 വയസ്സേ ആയിട്ടുണ്ടാവും. എത്ര കഥ. അങ്ങനത്തെ ഹദീസ് ഒന്നും സ്വഹീഹായി വന്നിട്ടുണ്ടാവില്ല.
ഇനി തിരിച്ചു അങ്ങനെ തന്നെ ചെറിയൊരു നന്മ ചെയ്യുമ്പോഴേക്ക് വലിയൊരു നബീന്റെ കൂലിയൊക്കെ ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ വേഗം വിശ്വസിക്കരുത്. ഉദാഹരണത്തിന് ഇന്നാലും നമസ്കാരം ജമാഅത്തോടെ നിസ്കരിച്ചാൽ ദാവൂദ് നബിയുടെ 50 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. പാവ ദാവൂദ് നബി ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കോടിക്കണക്കിന് കൊല്ലം കുത്തി പറഞ്ഞാൽ പോലും എത്ര പണിയെടുത്താലും ഒരു നബീന്റെ ഒരു രോമാവാൻ നമുക്കാവില്ല. ആ ബോധ്യം നമുക്ക് ഉണ്ടാകും. ഒരു സ്വഹാബി ആവാൻ കഴിയോ? ഇല്ല. ഈ സ്വഹാബി എന്ന് പറഞ്ഞ ആരാ? ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ ഡയറക്റ്റ് കാണുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന ഈമാൻ, തഖ്വ, ഇസ്തിഖാമത്തിനേക്കാൾ ടോപ്പാണത്. അതെങ്ങനെ നമുക്കാവാൻ പറ്റുക? അങ്ങനെ എന്തേലും കേട്ട് വേഗം വിഴുങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടത് ഇങ്ങനെ പാടി നടക്കാനുള്ളതൊന്നുമല്ല. അത് ഇമാം മുല്ല അലിൽ ഖാരി മർഖാത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്വാലിഹാണ് എന്ന് നാട്ടുകാർക്ക് തോന്നിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്, അത്തരക്കാരോട് നമ്മൾ അടുക്കുകയും ചെയ്യരുത്. ഖീല വഖാൽ, അല്ലാഹുക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ് ഖീല വഖാൽ. ഹദീസിൽ കാണാം. മൂന്നാമത്തത് അല്ലാഹുക്ക് വളരെ വെറുപ്പുള്ള മൂന്നാമത്തെ കാര്യം ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കൽ. ഒരു 5 പൈസ, ഒരു ഫിൽസ്, ഒരു ദിർഹം, ഒരു ദീനാർ, ഒരു റിയാൽ ഒന്നും നമ്മൾ വെറുതെ കളയരുത്. വെറുതെ കളയരുത്. അതെന്തെങ്കിലും ഖൈറിന്റെ മാർഗത്തിലാവണം. ആവശ്യമുള്ളതിന് മാത്രം ഉപയോഗിക്കണം. എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് നശിപ്പിക്കുന്ന ആളെ അള്ളാഹ്ക്ക് വെറുപ്പാന്ന് ഹദീസിൽ വരിക, എന്നിട്ട് ദൂർത്തുമായി നമ്മളൊരു വിവാഹം നടത്തുക, എന്നിട്ട് ആ വിവാഹത്തിൽ എങ്ങനെയാ ബർക്കത്തുണ്ടാവുക? എങ്ങനെ ബർക്കത്തുണ്ടാവുക? ഒരു 5 പൈസ ചെലവാക്കുമ്പോൾ ഇത് എനിക്ക് ആഖിറത്തിൽ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു സദ്യക്ക് ക്ഷണിക്കപ്പെട്ട് മഹാനവറുകൾ അവിടെ എത്തിയപ്പോൾ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു സുർമ്മക്കുപ്പി കണ്ടു. മഹാനവറുകൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം സുർമ്മക്കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ, ഇവിടെ ബർക്കത്തുണ്ടാവില്ലല്ലോ. തിരിച്ചുപോയി. കണ്ടോ കണ്ടങ്ങള് ആൾക്കാരെന്ത് ചെയ്യുന്നു എന്നുള്ള ഒന്നും പ്രധാനമല്ല. ഇപ്പം മിക്ക ചെറുപ്പക്കാരും കല്യാണ അടക്കം നടത്തിയിട്ട് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് 2-3 വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടിവെച്ച് സ്വരൂപിച്ച് നാട്ടിലെത്തുമ്പോഴേക്ക് കല്യാണം അടക്കം പൂർത്തിയാവണം എന്ന് ടാർഗറ്റ് ചെയ്ത ആ പണം എൻഗേജ്മെന്റിന്റെ ആ പർവ്വത സമാനമായ ചോക്ലേറ്റിൽ തീരും. ഈ ചോക്ലേറ്റ് ഒന്നും ആരും തിന്നാനും അല്ല. പിന്നെ അതിങ്ങനെ വീഡിയോ റീലെടുത്തിട്ട് ഫാമിലി ഗ്രൂപ്പിൽ ഇടണം. 3 തിജ്ജും 4 പൂവും 8 ലൈക്കും. അതിൽ തീരുക ചോക്ലേറ്റിന്റെ രസം. ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് പാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളി എന്ന് പറയാ, മോമിനീങ്ങൾ ഭയങ്കര സ്നേഹമാണ്. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണ്. ഒരു കെട്ടിടത്തിലെ കല്ലുകൾ ചേർന്ന് നിൽക്കുന്ന പോലെയാണ്. ശരീരത്തിന് ഒരു വിരലിന് ചെറിയ മുറിവ് വന്നാൽ ആ വിരലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാക്കി എല്ലാ അവയവങ്ങളും പനി ബാധിച്ചും മറ്റും സഹകരിക്കുന്ന പോലെ മോമിനീങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ മറ്റു മോമിനീങ്ങൾ അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഗസയിലെ മോമിനീങ്ങളോട് നമുക്ക് എന്താ ഐക്യദാർഢ്യം? ചോക്ലേറ്റിൻ്റെ കൂമ്പാരം. ഇന്നലെ ഒരു കല്യാണത്തിന് എല്ലാവരും ഡ്രസ് കോഡ് പച്ച, ഇന്ന് ചുവപ്പ്, നാളെ കറുപ്പ്. ആരോട്? ഇതല്ലേ നമ്മളെ ഐക്യദാർഢ്യം? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ബർക്കത്തുണ്ടാവുന്നില്ല എന്ന അടിസ്ഥാന കാരണം, ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ ഒന്നാമത് നമ്മൾ വായിച്ചത് തർക്കുൽ ഫുളൂൽ, ആവശ്യമില്ലാത്തൊന്നും ചെയ്യൂല. വീട് ആവശ്യമില്ലാത്ത രീതിയിൽ കയറ്റിയപ്പോൾ ആ സ്വഹാബിയെ കണ്ടപ്പോൾ മുഖം തിരിച്ചില്ലേ തങ്ങൾ? ഇല്ലേ?
ആവശ്യമില്ലാത്തൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ സ്വഭാവം, ഒന്ന് എന്നെ പറഞ്ഞ് തീർന്നത് കൊണ്ടല്ല, വിഷയത്തോട് നീതി പുലർത്താൻ വേണ്ടി ഒന്ന് ജസ്റ്റ് അവിടെ ഒരു സെമി കോളിനിട്ട് രണ്ടാമത്തേതിലേക്ക് പോയതാണ്. അവിടുത്തെ സ്വഭാവത്തിൽ രണ്ടാമത്തേത് കാന അർഫഖന്നാസ്, വളരെ സോഫ്റ്റ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ആരെയും കൂക്കി വിളിക്കൂല. ദൂരത്തുള്ള ആളെ തങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞയച്ചിട്ട് വിളിക്കും, അല്ലെങ്കിൽ തങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് വിളിക്കും. തങ്ങൾ തല മാത്രം തിരിഞ്ഞു നോക്കണ പരിപാടിയൊന്നുമില്ല. ആരെങ്കിലും ബേക്കിലുള്ള ആളോട് സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ തങ്ങൾ ഫുള്ളായിട്ട് തിരിയും. സോഫ്റ്റാണ് അവിടുത്തെ ഇരുത്തം, നടത്തം, പെരുമാറ്റം എല്ലാം. ആരെയും തങ്ങൾ തുറിച്ചു നോക്കാറില്ല. അത് അവിടുത്തെ കണ്ണിന്റെ സോഫ്റ്റ്നെസ് ആണ്. ആരെയും തങ്ങൾ ഇങ്ങനെ തുറിച്ചു നോക്കൂല. ഏതെങ്കിലും ഒരാളെ തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ സദസ്സിൽ വെച്ച് ആ വ്യക്തിയെ തങ്ങൾ പരാമർശിക്കൂല. മബാലു അക്വാമിൻ, ചിലരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ശരിയല്ല കേട്ടോ, അങ്ങനെ പറയുള്ളൂ. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവും. വേറെ ആർക്കും അയാളുടെ പേര് പറഞ്ഞ് വഷളാക്കണ പരിപാടി തങ്ങൾക്കില്ല. തെറ്റ് തിരുത്തുമ്പോഴും സോഫ്റ്റ്നെസ് ആണ്. രാത്രി എങ്ങാനും വീട്ടിലേക്ക് വരികയാണെങ്കിൽ തങ്ങൾ ഉറങ്ങുന്നവർ കേൾക്കാത്ത രീതിയിലും ഉണർന്നവർ കേൾക്കുന്ന രീതിയിലുമാണ് സലാം പറയാ. എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെ പറയൂ. കോളിംഗ് ബെല്ല് നാലൂട്ടടിച്ച് അയൽവാസികളടക്കം ഞെട്ടി ഉണർത്തി എന്ന വർത്താനൊന്നും തങ്ങൾക്കില്ല. തങ്ങൾ നടക്കുമ്പോൾ സോഫ്റ്റായിട്ടേ നടക്കുള്ളൂ. ഇരിക്കുമ്പോൾ അങ്ങനെ തന്നെ, കിടക്കുമ്പോൾ അങ്ങനെ തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞല്ലോ, നിന്റെ ഉമ്മ നിന്റെ റൂമിലുണ്ടാകുമ്പോൾ നീ വസ്ത്രം കൊടയരുത്. കാരണം ആ കൊടന്ന വസ്ത്രത്തിലെ പൊടിപടലങ്ങൾ ഉമ്മ ധരിച്ച മാക്സിക്കോ പർദ്ദക്കോ പറ്റിപ്പിടിച്ചാലോ. കണ്ടോ? ഒരു മുഅ്മിന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് റിഫ്ഖ് എന്ന് പറയുന്നത്. സോഫ്റ്റ്നെസ്, സക്കീനത്ത് ഉണ്ടാവണം. അറഫയിൽ നിന്ന് വാഹനപ്പുറത്ത് കയറുന്നതിൻ്റെയും ശരിപ്പെടുത്തുന്നതിൻ്റെയും ഒച്ചപ്പാടുകൾ ഉണ്ടായപ്പോൾ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു, അലൈക്കും ബിസ്സക്കീന. സ്വഹാബത്തെ, ശബ്ദമൊക്കെ ഒന്ന് താഴ്ത്തു, കുറക്കൂ. യഥാർത്ഥത്തിൽ മദീനയിൽ പോയാൽ നമ്മൾ പാലിക്കേണ്ട ഒരു കൾച്ചർ സൂറത്തുൽ ഹുജറാത്തിലുണ്ട്. ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി. തങ്ങളെക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. കള്ളു കുടിച്ചാൽ കള്ളു കുടിച്ച ഹറാമാണ് ഉണ്ടാവുക. വ്യഭിചരിച്ചാൽ വ്യഭിചരിച്ച ഹറാമാണ് ഉണ്ടാവുക. റൗള ഷരീഫിന്റെ അടുത്ത് പോയിട്ടോ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെയോ അവിടത്തേക്കാൾ ശബ്ദം ഉയർത്തിയാൽ അൻ തഹ്ബത അമാലുക്കും, അവിടുത്തെ സാന്നിധ്യത്തിൽ വെച്ച് ശബ്ദം ഉയർത്തിയാൽ നീ അറിയാതെ നിന്റെ എല്ലാ അമലും പൊളിഞ്ഞു. കള്ളുടിച്ച വേറെ അമല് പൊളിയല്ല, ആ കള്ളുടിച്ച ഹറാമുണ്ടാവും. ഇതുവരെ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു. ശബ്ദം ഉയർത്തരുത്. മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്തരുത് എന്ന് മാത്രമല്ലല്ലോ ഈ ആയത്തിന്റെ അർത്ഥം. അങ്ങനെയാണോ? അല്ല. ഹദീസിന്റെ ക്ലാസ്സിലും ശമാഇലിന്റെ ദർസിലും മൗലിദിന്റെ മജ്ലിസിലും എല്ലായിടത്തും ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്കുണ്ടാവണം. ഈ യഥാർത്ഥത്തിൽ നമുക്ക് മൊത്തത്തിൽ നമുക്കൊക്കെ തോന്നുന്ന പോലെ ഈ ജഗബൊക അല്ലല്ലോ ഇസ്ലാം. അപ്പൊ ഇവിടെ ഒരു വെള്ളം, സ്നാക്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, റിഫ്രഷ്മെന്റിന് എനിത്തിങ് എന്തെങ്കിലും ഒന്ന് ഇവിടെ വിതരണം ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇനി സാക്ഷാൽ ലാസ്റ്റ് കൊടുക്കണ ചീരണിയാണെങ്കിൽ തന്നെയും ഈ സദസ്സിന് ഒരു അഭംഗിയും ഇല്ലാത്ത രീതിയിലാണ് വിതരണം ചെയ്യേണ്ടത്. മെല്ലെ. അതിനാണ് ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ സംഘടനാ പ്രവർത്തകരാവണമെന്നും പഠിക്കുന്നത്. എന്നാലാണ് ഇതൊക്കെ സംഘാടനം പഠിക്കുക. സംഘടനാ പ്രവർത്തനവും അതിൻ്റെ ശക്തിയും കേരളത്തിൽ എത്തുന്നതിന് മുമ്പാണ് വഹാബികൾ മിക്ക പള്ളിയും പിടിച്ചെടുത്തതും വലിയ വലിയ മഹാന്മാര് ദർസ നടത്തിയ സ്ഥാപനങ്ങളൊക്കെ അവരുടെ കയ്യിലാക്കിയതും. സംഘടന ശക്തിപ്പെട്ടപ്പോഴാണ്
അൽഹംദുലില്ലാ നമുക്ക് ജൈത്രയാത്ര തുടരാനും ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത്. നമ്മളെപ്പോഴും നല്ല സംഘടനാ പ്രവർത്തകരാവണം. അതാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളെ പിഴപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഈ ഔലിയാക്കൾ ചുറ്റുവട്ടം പറഞ്ഞിട്ട് പല ആൾക്കാരും പിഴപ്പിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ ആശയത്തിന്റെ ചുരുക്കം, വളരെ സോഫ്റ്റ് ആയിരിക്കണം നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ. വളരെ സോഫ്റ്റ് ആയിരിക്കണം, വളരെ സോഫ്റ്റ് ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും തുറച്ചു നോക്കൂല. നമ്മളെങ്ങനെ, നമ്മളെ നാട്ടിൽ ഒരാൾ മസ്ബൂക്കായാൽ ഒരു നോട്ടാണ്, ഒരു 1.5 നോട്ട്. അയാൾക്ക് തന്നെ തോന്നും ഞാൻ ശരിക്കും ഔറത്ത് മറച്ചിട്ടില്ല റബ്ബേ, ഇതെന്താ എല്ലാവരും പാടെ എന്നെ നോക്കണം. അയാൾക്ക് തന്നെ പേടിയാവും. ഒരു മൗലിദിന്റെ മജ്ലിസിലൊക്കെ ഒരാൾ ഇടയിൽ കയറി വന്നാൽ ഒരു 1.5 നോട്ട. ആ നോട്ടത്തിൽ 2 കിഡ്നിയും ഫെയിലാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി നോട്ട. അതൊന്നും ഒരു നബി ജീവിതമുള്ള ആൾക്ക് പറ്റൂല. അങ്ങനെയൊന്നും നോക്കരുത്. ഒരാളുടെ വാതിൽ എങ്ങനെയാ മുട്ടേണ്ടത്? സ്വഹാബത്ത് എങ്ങനെയാ വാതിൽ മുട്ടുക? നഖം കൊണ്ടാണ്. അവര് വിരല് കൊണ്ട് മുട്ടൂല, അത്ര നഖം കൊണ്ടാ മുട്ടുക. ഈ സോഫ്റ്റ്നെസ് ഉള്ള ആളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് എന്ത് എന്നതിൻ്റെ ഉത്തരം പാനൂർ മൂസ ഉസ്താദിന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഉസ്താദിൻ്റെ കാലത്ത് ഇവിടെ വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു പെരുമാറ്റം എന്ന് പറയാം ഉസ്താദിൻ്റെ. വളരെ ഉസ്താദിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി താഴ്മയാണ്. അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉസ്താദിൽ നിന്ന് വായിക്കേണ്ടത്, അവിടുത്തെ താഴ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ഒരിക്കലും കിബർ ഉണ്ടാവില്ല. എപ്പോഴും നമ്മളൊരു ഒച്ചപ്പാടിൻ്റെ ആളാവരുത്. അപ്പൊ നമ്മളെ ലൈഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് സോഫ്റ്റ്നെസ് എന്ന് പറയുമ്പോൾ, സമാധാനം എന്ന് പറയുമ്പോൾ, റിഫ്ഖ് എന്ന് പറയുമ്പോൾ. അയാൾ എങ്ങനെയാ ഫ്രിഡ്ജിന്റെ വാതിലടക്കുക? മെല്ലെ അടക്കുള്ളൂ. ഡോറിന്റെയോ മെല്ലെ, അഥവാ റൂമിന്റെ ഡോർ മെല്ലെ. അപ്പൊ അയാൾ എങ്ങനെയാ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കുക? കുറച്ച് വെള്ളം മതിയെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടല്ലോ ഫ്ലഷിന്. കുറച്ചടിക്കുക. നമ്മൾ രണ്ടും പാടെ നിൽക്കല, വേണ്ട മെല്ലെ. അപ്പൊ കാറിന്റെ ഡോർ എങ്ങനെയാ അടക്കുക? മെല്ലെ അടക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ശരിക്കും ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഇന്ന് മൺഡേ അല്ലേ, ചൊവ്വ ബുധൻ വ്യാഴം 3 ദിവസം നിങ്ങൾ കാറിന്റെ ഡോർ അടക്കുന്നത് ശരിക്കും അടയൂല. പക്ഷെ അതേ അടഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ശരി, ഇന്നാന്നൊരു വയല് കേട്ട ശേഷം ഒരു പേടിയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് തന്നെ ആവുള്ളൂ ഈ സാധനം. ടോട്ടലി ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവണം, ടോട്ടലി. അപ്പൊ നമ്മളൊരു റൂമിലുണ്ട് എന്നുള്ളത് അപ്പുറത്തെ റൂമിലുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഒരാൾക്ക് വാട്സപ്പിൽ മിസ് കോൾ അടിച്ചാൽ അയാള് ഇപ്പൊ എന്തോ തിരക്കിലാണ് എന്നതുകൊണ്ട് അയാൾ നോക്കിയിട്ടില്ല. അയാളെ വിളിച്ചോണ്ടിരിക്കരുത്. ശരിക്കും നമ്മൾ വാതിൽ മുട്ടിയാൽ തന്നെ പാലിക്കേണ്ട നിയമം എന്താ അറിയോ? 2ാമത് വാതിൽ മുട്ടുന്നതിന്റെയും 1ാമത് വാതിൽ മുട്ടിയതിന്റെയും ഇടയിൽ 4 റക്അത്തിന്റെ ഗ്യാപ്പ് ഇടണം എന്നാ. അങ്ങനെയാ. നമ്മളൊരു വീട്ടിൽ പോയാൽ എങ്ങനെ? അവിടെയും സോഫ്റ്റ് ആയിട്ട്, ഉദാഹരണത്തിന് നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് പോയി, ആ വീട്ടുകാർ നമ്മളോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നു, എന്നാൽ അവിടെ തന്നെ ഇരിക്കണം. വേണ്ട വേണ്ട, ഞാൻ ഇപ്പുറം ഇരുന്നോളാം. നോ. കാരണം ഇവിടെ ഇരിക്കാൻ ആ വീട്ടുകാർ പറയണത് കിച്ചണിൽ പെരുമാറുന്നതൊന്നും കാണണ്ട എന്ന നിലയിലായിരിക്കും. അത് ആ വീട്ടുകാർക്ക് അറിയുള്ളൂ. ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നാൽ അവിടെ നമുക്ക് ഇരിക്കാൻ പെർമിഷൻ കിട്ടിയ ഇരിക്കുന്നല്ലാണ്ട് വേറൊന്നും ചെയ്യരുത്. അവിടുത്തെ പത്രക്കെട്ട് വലിക്കുക, ഷെൽഫിൽ നിന്ന് കിതാബ് എടുക്കുക, വെൽപ്പ് തുറക്കുക. അയ്യേ, വളരെ മോശമല്ലേ അതൊക്കെ? നമ്മൾ ചെയ്യരുത്. ചില നാട്ടിലൊക്കെ വയലിന് പോയാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയാൽ ആ നാട്ടുകാർ മൊത്തം ആ വീട്ടിൽ കാണാം. നിങ്ങളെല്ലാം ക്ഷണിച്ചിട്ട് തന്നെയാ വന്നത്. അത് പിന്നെ ഇവിടുത്തെ ഒരു ശൈലി അങ്ങനെയാണ്. അതെങ്ങനെ എങ്ങനെ പറ്റുക? അനുമതിയില്ലാത്ത ഏതെങ്കിലും ഒരു ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന്റെ ഖുശൂ അങ്ങ് പോകും. 30 കൊല്ലം.
ജൂനിയേഴ്സിനെ കൊണ്ട് സീനിയേഴ്സ് ബില്ലടപ്പിക്കലുണ്ടല്ലോ, പിടിച്ചു പറയണത്. കോളേജിലെ റാഗിങ്ങിന്റെ പുതിയ സ്റ്റൈലേ, ഫുഡ് കഴിച്ചിട്ട് ജൂനിയേഴ്സിനോട് പറയാം ബില്ലടക്കണം എന്ന്. 30 കൊല്ലം നിന്റെ ജീവിതത്തിലെ ഇബാദത്തിന്റെ ആനന്ദം അങ്ങ് ഡിലീറ്റ് ആക്കും. ഇമാം ഷാറാനി റഹ്മഹുല്ലാ തന്റെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. പറ്റില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട് നേരെ കിച്ചണിലേക്കെല്ലാം പോവും. നമ്മളെ കുടുംബം പോലെയാണ് ഉസ്താദ് മൊത്തത്തിൽ. പച്ച ഹറാമല്ലേ അത്? അതൊന്നും പറ്റൂല, പറ്റില്ല. നമ്മളൊരു വീട്ടിൽ ഫുഡ് കഴിക്കാൻ ആരോ ക്ഷണിച്ച, അല്ലെങ്കിൽ ആ വീട്ടുകാരെന്നെ ക്ഷണിച്ച് അവിടെ എത്തിന്ന് കരുതുക. ആ ഫുഡ് നമ്മൾ കഴിക്കാന്നല്ലാണ്ട് ആ വീട്ടിലെ പൂച്ചക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും നമുക്ക്? അത് ആ വീട്ടുകാരൻ ചെയ്യേണ്ട പണിയാണ്, നമ്മളല്ല. ഭാവനെ, നിനക്ക് അനുമതി ഉണ്ട് അതിന്? ആ വീട്ടിലെ പൂച്ചക്ക് ഫുഡ് കൊടുക്കേണ്ടത് സ്വാഹിബു ഹാദിഹി ദാർ, ഈ വീട്ടിന്റെ ഉടമസ്ഥനാണ്, നമ്മളല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാലോ അവിടെയും കുറെ സോഫ്റ്റ്നെസ് കാണിക്കണം. അതെ, ആ ഗസ്റ്റിന് ഏറ്റവും പുതിയ ടർക്കി ആയിരിക്കണം കൈ തോർത്താൻ കൊടുക്കേണ്ടത്. മിൻ അദബിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഏറ്റവും പഴകിയ ടർക്കി അല്ല. ബാത്റൂമിൽ ഏറ്റവും നല്ല സോപ്പ് ആയിരിക്കണം. ബാത്റൂമിൽ നല്ല സോപ്പ്. ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പൊക്കെ ഒരു ഫ്രഷ് ആയ ചെരുപ്പായിരിക്കണം. വൃത്തി വേണം. ആ അതിഥി തിന്നുന്നത് നമ്മൾ നോക്കാൻ പാടില്ല. നമ്മളെ നാട്ടിൽ നേരെ ഉൾട്ടയാണ്. ഒരാൾ അതിഥിയായിട്ട് വന്നാൽ ആ അതിഥി ഭക്ഷണം കഴിക്കുമ്പോൾ 6 ആള് ബേക്കിൽ നിന്ന് ഖുറാ മോഡല്, എന്നിട്ട് കറക്റ്റ് മഹലിലെ മുഴുവനാക്കും അറിയാം. ഇന്ന് വേലന് വന്ന ഉസ്താദ് 2 ചപ്പാത്തി 1 ഇഡ്ഡലി നെയ്ച്ചോറ് കുറച്ചും പുഡിങ് 1 സ്പൂണുമാണ് കഴിച്ചത്. മഹലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊരു മോശമാണ് ഈ പരിപാടി, എന്തൊരു മോശം. എപ്പോഴാണ് നമ്മളൊന്ന് കൾച്ചേർഡ് ആവുക? ഒന്നാമത് നമ്മളെ കൺട്രോൾ ചെയ്യണത് മദീന അല്ല, അതാണ് നമ്മളെ പ്രശ്നം. നമ്മളെ പുതിയ തലമുറനെ കൺട്രോൾ ചെയ്യണത് ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിൽ എന്താണോ വന്നത് അത് നമ്മൾ ഇങ്ങനെ നമ്മളെ കുടുംബത്തിലേക്ക് കൊണ്ട് നടക്കുക. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമ്മെ മദീന കൺട്രോൾ ചെയ്യണം. ഒരാളുടെ ജീവിതത്തിൽ റിഫ്ഖ് ഉണ്ടെങ്കിൽ, സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ അയാളിൽ ഇല്ലാ സാനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അയാളുടെ ജീവിതത്തിന് വലിയ ബ്യൂട്ടി ആയിരിക്കും, വലിയ ഭംഗിയായിരിക്കും, വലിയ ഭംഗിയായിരിക്കും. അപ്പൊ ഒച്ചപ്പാടുകളില്ലാത്ത ലൈഫ്. ഇമാം റഹ്മത്തുള്ളാഹി ഹിയയിൽ പറഞ്ഞല്ലോ, വീട്ടുകാരോ അല്ലെങ്കിൽ അതിഥികളോ ഭക്ഷണം കഴിക്കുന്നത് നോക്കുന്ന കുട്ടികളുണ്ടാവും, അവരെയും നിരുത്സാഹപ്പെടുത്തണം. മോനെ നീ എന്താ അവിടെ ഇരുന്ന് നോക്കുന്നത്, മോൻ ഇങ്ങോട്ട് വാ. അവരെയും നിരുത്സാഹപ്പെടുത്തണം, അവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. വർത്തമാനങ്ങളിലൊക്കെ ജഗബൊകയൊന്നും ഉണ്ടാവരുത്. ഇമാം അത് പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഇല്ലാതെ ശ്രദ്ധിക്കണം. അതിനെ നന്നായി അല്ലാമ അംബാബി തന്റെ റിയാദുൽ സുബ്യാനിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? എൻ്റെ ഉപ്പ നാളെ ഖത്തറിന്ന് വരും, എനിക്കത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, അങ്ങനെയൊക്കെ വളരെ പൊങ്ങച്ചം പറയുന്ന കുട്ടികളുണ്ടാവും. നമ്മളെ മക്കളോട് പറയാ, ഒരാളോട് നീ സ്കൂളിൽ മദ്രസയിൽ പോയിട്ട് പറയരുത് കേട്ടോ, എത്രയോ പാവങ്ങളുണ്ടാവും. നീ എന്താടാ എല്ലാ ആൾക്കാരും ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് വരുന്നത്, നീ എന്താ ഇങ്ങനെ യാചകന? ഓൻ്റെ ബർത്ത്ഡേ മറ്റേത് ഇങ്ങനെ ഓരോ സാധനം വാങ്ങി, നീ എപ്പോഴെങ്കിലും അങ്ങോട്ട് കൊടുത്തിനോ? വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് കൊടുക്കലിനെ പ്രോത്സാഹിപ്പിക്കണം, എങ്കിലാണ് മക്കൾ സ്വാലിഹീങ്ങളാവുക എന്ന് കിതാബിൽ എഴുതി വെക്കുന്നത്.